ചേട്ടാ 2 പച്ചമുളക് പൊട്ടിച്ചു തരുമോ? പച്ചമുളകാ? അത് പച്ചമുളകായ കഴിഞ്ഞ ദിവസം കിട്ടിയാലോ? അതെ, എന്നാ അത് മിണ്ടോ നോക്കട്ടെ. 2 മതിയേ. ശരി. മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് മതി. മോളെ ചായ ഇല്ലേ? കടുപ്പം കുറച്ച് മധുരം കുറച്ചൊക്കെ മതിട്ടാ. ഇതേ കൊണ്ടുവരണമ്മ. എന്തുട്ട മോളെ? ദോശ. ദോശയാണമ്മ. കറി എന്തുട്ടാ? സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാർ കഴിച്ചാലേ നെഞ്ചരിച്ചിൽ വരും. ഇത്തിരി ചമ്മന്തി ഉണ്ടാക്കാൻ. ഇത്തിരി നാളികേരം പച്ചമുളക് ഇട്ടല്ലൊരു ചമ്മന്തി ആയില്ലേ? അമ്മയ്ക്ക് പറ്റാണ്ട മുട്ടുവേനോട് നിന്നോട് അത് കാരണം മോളോട് പറയുന്നു. ചൊല്ലു. ഉണ്ടാക്കി തരാമ്മ. എങ്ങനെയുണ്ട് ചമ്മന്തി? നമ്മുടെ പച്ചമുളക് ഇട്ട ചമ്മന്തിയാണ്. ചമ്മന്തി നല്ല ചമ്മന്തിയാ. അങ്ങനെ ഒരു ഓണക്കാലായി. അത്തായിന്ന് ഓണായില്ലേ? പങ്ങമരുടെ അടുത്ത് പോണണ്ടാ. മൂത്തോൾക്ക് അഞ്ച വീട് പണി നടക്കണം. അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണണ്ടാ. അതേപോലെ തന്നെ മറ്റവൾക്കും കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്കും വിഷമാവും. മോനും ബുദ്ധിമുട്ടാന്നൊക്കെ അറിയാം. എന്നാലും പിന്നെ നമ്മൾ ചെയ്യണ്ടേ. അവർക്ക് മറ്റാരാ ഉള്ളത്? അത് നമുക്ക് എന്തായാലും ചെയ്യാം, നമ്മൾ ചെയ്യാറുള്ളതല്ലേ. മോളെ, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ അവൻ വരും. അപ്പം മോൾക്ക് ആവശ്യമുള്ള കാശ് തരും കേട്ടോ. ഗ്രീൻ ടീ വെച്ചിട്ടില്ലേ? എല്ലാം വെച്ചിട്ടുണ്ട്. അതെ, ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയാകുമ്പോൾ ഞാൻ വരാട്ടാ. എന്തേ? പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. പോവാല. ഓണക്കല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? ഓണാണ് കൊടുക്കണം. കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം തവണ. മൂത്തോളുടെ വീട് പണി അടക്കല്ലേ, അപ്പൊ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ കുറി വിളിച്ച പൈസ അപ്പൊ അങ്ങനെ പോയി തന്നെ അല്ലേ? അതിപ്പോ ഏകദേശം മുഴുവൻ തീരുമാനായി. അപ്പൊ നമ്മുടെ ടൂർ ഇപ്പൊ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം, വലിയ ടൂർ ഒഴിവാക്കിയിട്ട് ഇവിടെ അഴീക്കോട് ബീച്ചിലൊക്കെ പോയി ആഘോഷിക്കാം. തന്നെ ആഘോഷിച്ചാ മതി. പിള്ളേര് സമ്മതിക്കും തോന്നണ്ട. ഇത്തവണ അങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് പോവാം. അപ്പൊ ഇത്തവണയും ഇതന്നെ ഓണം. എന്താ ചെയ്യപ്പ? ശരിയാ, എന്താ ചെയ്യാ, കാര്യങ്ങൾ നടക്കണ്ടേ.